പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഒരാളെയും പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇത് ഹോട്ടലിൻ്റെ കോറിഡോറാണ്. സ്വിറ്റ്സർലൻഡിലുള്ള സൂറിക് എയർപോർട്ടിൻ്റെ അടുത്തുള്ള റാഡിസൺ ബ്ലൂ എന്ന് പറയുന്ന ഹോട്ടലാണ്. ഇത് ജീവ്സ് എന്ന പേരുള്ളൊരു റോബോട്ടാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ട് ഞാനും അഹനയും കൂടി രണ്ടാമത് ജീവ്സിനെ വിളിച്ചു വരുത്തുവാണ് കേട്ടോ. ഈ കോവിഡ് കാലത്ത് കോണ്ടാക്ട്ലെസ് ആയിട്ട് സാധനങ്ങൾ റൂമുകളിൽ കൊടുക്കാനും അവിടുത്തെ സ്റ്റാഫിൻ്റെ എണ്ണമൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു റോബോട്ടാണിത്. ഞങ്ങളുടെ റൂമിലെ കോഫി പൗഡർ തീർന്നപ്പോൾ നമ്മൾ ലോബിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിൽ ബെല്ലടി കേട്ടു. നമ്മൾ ഇറങ്ങിച്ചെന്നപ്പം ഈ റോബോട്ട് നിൽക്കുന്നതാണ് കണ്ടത്. ഞാനും അഹനയും ആകെ എക്സൈറ്റഡായി. തന്നെത്താനെ ഇതിൻ്റെ ഡ്രോയേഴ്സ് തുറന്നിട്ട് നമുക്ക് വേണ്ട കോഫി ക്രീമറും കോഫിയൊക്കെ തന്നിട്ട് ഇത് തിരിച്ചു പോയി. അങ്ങനെയാണ് ഇവിടെ സ്മാർട്ടായിട്ടുള്ള റോബോട്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം വിളിച്ചു വരുത്തിയിരിക്കുവാണ്. അപ്പോൾ കുറേ നേരമായിട്ട് നമ്മളോട് ചോദിക്കുവാണ് വേണോ വേണ്ടയോ. ഞങ്ങളെല്ലാം ഇങ്ങനെ ക്യാൻസൽ ചെയ്തു. എന്നിട്ടും കക്ഷി തിരിച്ചു പോകാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ റൂം അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം അവന് മനസ്സിലായി നമ്മൾ സാധനം വാങ്ങില്ല എന്ന്. വീണ്ടും പാട്ടും ബഹളമായിട്ടൊക്കെ അവൻ തിരിച്ചുപോയി. ഇവൻ ചില്ലറക്കാരനല്ല കേട്ടോ. 330 മുറികളുള്ള ഈ ഹോട്ടലിൻ്റെ 7 നിലയും ഇവൻ സ്മാർട്ടായിട്ട് ലിഫ്റ്റ് തുറന്ന് തന്നെ പോകും. അതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പോകുന്നിടം വരെ എങ്ങനെയാണ് ഇവൻ ആ കോറിഡോറിൽ നിന്ന് വളഞ്ഞു പോകുന്നതെന്നൊക്കെ നോക്കി ഞങ്ങളങ്ങനെ നിന്നു. അപ്പോൾ സ്മാർട്ടായിട്ട് അവൻ തിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.